ട്രോളിംഗ് നിരോധനം ജൂൺ 9 ചൊവ്വാഴ്ച അർദ്ധരാത്രി മുതൽ പ്രാബല്യത്തിൽ വരാനിരിക്കെ തീരദേശ ജില്ലകളിലെ ഭൂരിഭാഗം ബോട്ടുകളും കരയ്ക്കണഞ്ഞു. 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം ജൂൺ 9 അർദ്ധരാത്രി മുതൽ ജൂലൈ 31 അർദ്ധരാത്രി വരെയാണ്. വളരെ ചെറിയ കണ്ണികളുള്ള ട്രോളിംഗ് വലകൾ ഉപയോഗിച്ച് കടലിന്റെ അടിത്തട്ടിൽ മത്സ്യബന്ധനം നടത്തുന്ന ബോട്ടുകൾക്കാണ് നിരോധനം. മൺസൂൺ കാലത്ത് മത്സ്യസമ്പത്ത് സംരക്ഷിക്കുകയും ശാസ്ത്രീയ മത്സ്യബന്ധനം ഉറപ്പാക്കുകയും ചെയ്യുന്നതിനായാണ് നിരോധനം. മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കുവാനും അതുവഴി മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവനം ഉറപ്പാക്കുവാനും പോഷകമൂല്യമുള്ള മത്സ്യങ്ങളുടെ വംശവർദ്ധനവിനു വേണ്ടിയാണ് ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തുന്നത്. ശ്രീകൃഷ്ണ ഹെവി എക്യുപ്മെന്റ്സ്, അഞ്ചൽ, കൊല്ലം. മൺസൂൺ കാലയളവാണ് മത്സ്യങ്ങളുടെ പ്രധാന പ്രജനന കാലം. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ഈ പ്രക്രിയയ്ക്ക് ഏറ്റവും അനുയോജ്യമായ സമയമായതിനാൽ ട്രോളിംഗ് വഴി മത്സ്യമുട്ടകളും മത്സ്യക്കുഞ്ഞുങ്ങളും തള്ള മത്സ്യങ്ങളും നശിക്കുന്നത് ഒഴിവാക്കേണ്ടത് അനിവാര്യമാണ്. സമുദ്ര മത്സ്യസമ്പത്ത് സുസ്ഥിരമായി നിലനിർത്തുവാനാണ് നിയന്ത്രണം ഏർപ്പെടുത്തുന്നത്. പരമ്പരാഗത വള്ളങ്ങൾക്ക് 22 കിലോമീറ്റർ 12 നോട്ടിക്കൽ മൈൽ പരിധിയിൽ മീൻ പിടിക്കുക. ഞാനിപ്പോൾ ഇവിടുത്തെ ഒരു ഏലക്കാരനാണ്, മത്സ്യത്തൊഴിലാളിയും കൂടാണ്. പാരമ്പര്യമായിട്ട് അപ്പം മൂലം ഇങ്ങോട്ട് നമ്മൾ പാരമ്പര്യമായിട്ട് മത്സ്യത്തൊഴിലാളിയാണ്. പക്ഷേ ഈ ട്രോളിംഗ് നിരോധനം എന്ന് പറയുന്ന സംഭവം ഈ ശാസ്ത്രീയമായി ഇവർ പറയുന്നത് ഈ ടൈം കൊഞ്ച് മുട്ടയിടുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ഒരിക്കലുമല്ല. കൊഞ്ച് ഒരിക്കലും മുടിക്കുന്നതെന്ന് ഞങ്ങൾ പറഞ്ഞാൽ മുട്ടയിടുന്നു പറയുന്നില്ല. മുടിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ അത് ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ മാസങ്ങളിലാണ്. ഈ സമയത്തെന്ന് പറഞ്ഞാൽ കൊഞ്ച് വന്ന് കയറി ഇറങ്ങിപ്പോകുന്ന സമയം. അപ്പം ഇപ്പോൾ എന്തായാലും കിട്ടേണ്ട ടൈമാണ് ഈ നിരോധനം യഥാർത്ഥത്തിൽ വെക്കുന്നത്. പിന്നെ ബോട്ടുകാർക്ക് ഇപ്പോൾ ഡീസലിൻ്റെ വില കൂടിക്കൊണ്ടിരിക്കുന്നു. ഒരു വണ്ടിക്ക് അടിക്കുന്ന ഡീസലല്ല ഒരു ബോട്ടുകാരൻ അടിക്കുന്നത്. 1000 ഡീസൽ, 1500 ഡീസലൊക്കെ അടിച്ചാണ് 2 ദിവസം വലിക്കാൻ പോകുന്നത്. 52 ദിവസവും നമ്മൾ ജോലി ചെയ്ത് കയറുന്നതല്ലാതെ പിന്നെ നമുക്ക് പ്രത്യേകിച്ചൊന്നും കിട്ടാനൊന്നുമില്ല. അപ്പം നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ തൊഴിലാളിയാണ്, നമ്മൾ മുതലാളിയല്ല, നമ്മൾ തൊഴിലാളിയാണ്. അപ്പം നമ്മൾ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ അല്ലെങ്കിൽ മുതലാളിമാരിൽ നിന്നൊക്കെ പറ്റ് മേടിക്കും. 50,000 ഒക്കെ മേടിച്ചിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. അല്ലെങ്കിൽ പലിശയ്ക്ക് എടുത്ത് 52. അത് കഴിഞ്ഞ് നമ്മൾ ജോലിക്ക് ഇറങ്ങുമ്പം ഈ പൈസ അങ്ങോട്ട് കൊടുക്കും. അപ്പോൾ അത് തീർന്നു. ഇന്നല്ല എല്ലാ മേഖലയിലും മാറ്റങ്ങൾ വരുന്നുണ്ട്. പക്ഷേ മത്സ്യമേഖലയിൽ മാത്രം ഒരു മാറ്റവും വരുന്നില്ല. കടൽ സുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ കൃത്യമായി നിരീക്ഷിക്കുവാനായി ഔദ്യോഗിക പ്രതിനിധികളും ട്രേഡ് യൂണിയൻ നേതാക്കളും പ്രതിനിധികളും ഉൾപ്പെടുന്ന സംയുക്ത സമിതി രൂപീകരിച്ചിട്ടുണ്ട്. മുൻപേ തുടങ്ങി പലതരം ദുരിതം മത്സ്യലഭ്യത കുറയുകയും ചെലവ് വർദ്ധിക്കുകയും ചെയ്തതോടെ ബോട്ടുകൾ പലതും പൊളിച്ചൊഴിവാക്കേണ്ട അവസ്ഥയിലാണെന്ന് ബോട്ടുടമകൾ പറയുന്നു. 15 വർഷം കഴിഞ്ഞ ബോട്ടുകൾക്ക് നിലവിൽ ലൈസൻസ് പുതുക്കി നൽകാത്തതും മേഖലയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കി. തൊഴിലാളികളിൽ നല്ലൊരു പങ്കും ഇതര സംസ്ഥാനക്കാരായിരുന്നു. ഇവരെല്ലാം നാട്ടിലേക്ക് മടങ്ങിയതും ട്രോളിംഗ് നിരോധനത്തിന് മുൻപ് തന്നെ മത്സ്യബന്ധന മേഖല നിശ്ചലമാകാനിടയായി. ട്രോളിംഗ് കാലയളവ് മത്സ്യത്തൊഴിലാളികൾക്ക് പട്ടിണിക്കാലമാണ്. 47 ദിവസമായിരുന്ന ട്രോളിംഗ് കാലയളവ് ഇപ്പോൾ 52 ദിവസമാണ്. പല ബോട്ടുകളും കടുത്ത നഷ്ടം സഹിച്ചാണ് തുടരുന്നത്. ഡീസൽ വിലവർദ്ധനവ് മേഖലയെ കാര്യമായി ബാധിച്ചിട്ടുണ്ടെന്ന് തൊഴിലാളികൾ പറഞ്ഞു. ചെറുബോട്ടുകൾക്ക് 3 ദിവസത്തോളം കടലിൽ കഴിയാൻ 600 ലിറ്റർ വരെ ഡീസൽ വേണ്ടിവരും. ഒരാഴ്ച കടലിൽ കിടന്ന് മത്സ്യബന്ധനം നടത്തുന്ന ബോട്ടുകൾക്ക് 2000 ലിറ്റർ ഡീസൽ ആവശ്യമാണ്. 8 തൊഴിലാളികൾ ചെറുബോട്ടിലും 12 മുതൽ 14 വരെ ജീവനക്കാർ വലിയ ബോട്ടിലും ഉണ്ടാകും. ഇവർ കടലിൽ കഴിയുന്ന ഒരു ദിവസത്തിന് ഒരാൾക്ക് 500 രൂപ ഭത്യായി നൽകണം. ന്യൂസ് കേരളം, കൊല്ലം. ഹെവി എക്യുപ്മെന്റ് പഠനത്തിന് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇൻഫ്രാസ്ട്രക്ചറുള്ള സ്ഥാപനം. ഇമ്പോർട്ടഡ് എക്യുപ്മെന്റ് നേരിട്ട് പഠിപ്പിക്കുന്ന ഇന്ത്യയിലെ ഏക സ്ഥാപനം. 5 ഏക്കറിൽ അമേരിക്കൻ ടെക്നോളജി പ്രാക്ടിക്കൽ യാർഡ്. ഹൈഡ്രോളിക് മെക്കാനിക്കൽ കോഴ്സുകൾക്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹൈഡ്രോളിക് മെക്കാനിക്കൽ ലാബ്. 50 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വിദേശത്തു നിന്നും ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ പഠിച്ചിറങ്ങി ഉയർന്ന ജോലി നേടി ജീവിക്കുന്നു. പുതുപുത്തൻ എക്യുപ്മെന്റ്സിൽ ഓപ്പറേറ്റിംഗ്, മെയിന്റനൻസ്, ഹൈഡ്രോളിക് മെക്കാനിക്കൽ ക്ലാസുകൾ, താമസിച്ച് പഠിക്കുന്നവർക്ക് ഹോസ്റ്റൽ ഫെസിലിറ്റി. 30 വർഷത്തെ പ്രവർത്തന പരിചയമുള്ള വിദഗ്ധനായ അധ്യാപകൻ നേരിട്ട് ക്ലാസുകൾ നയിക്കുന്നു. പഠനശേഷം ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ, RTO ഗവൺമെന്റ് ലൈസൻസ്. JCB, ക്രെയിൻ, ടെലിസ്കോപ്പ്, ഹൈഡ്രാ ക്രെയിൻ, ഇലക്ട്രിക്കൽ റിമോട്ട് ടവർ ക്രെയിൻ, മാനുവൽ ഫോർക്ക്ലിഫ്റ്റ്, ഓട്ടോമാറ്റിക് ഫോർക്ക്ലിഫ്റ്റ്, ഇലക്ട്രിക്കൽ ഫോർക്ക്ലിഫ്റ്റ്, ഇമ്പോർട്ടഡ് ഹെവി വീൽ ലോഡർ, ടെലിഹാൻഡർ, ബൂം ലോഡർ, വൈബ്രേറ്റിംഗ് കോമ്പാക്ടർ, ബോബ് ക്യാറ്റ്, റോഡ് റോളർ, ഹിറ്റാച്ചി ഡോസൽ ലോഡർ.
പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ശ്രീകൃഷ്ണ ഹെവി എക്യുപ്മെന്റ്സ്, അഞ്ചൽ, കൊല്ലം.